വെരി ഗുഡ് മോർണിംഗ്. 24ന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 18 ബുധൻ, മീനം 4 ഏറെ വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിനം അല്ലേ ഇതില്ല? അതെ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും പ്രതിസന്ധികളും എല്ലാം ഉണ്ട്. അക്കാര്യങ്ങളിൽ ഒക്കെ ഒരുപാട് ഡെവലപ്മെന്റുകളുണ്ട്. ഒപ്പം പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടും ഒരുപാട് പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇസ്രയേൽ ആക്രമണത്തിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവി അലി ലാരിജാനി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് ഇറാൻ. ഇന്നലെ പുലർച്ചെ ടെഹ്റാനിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ലാരിജാനി കൊല്ലപ്പെട്ടത്. അതിനിടെ ഇസ്രയേലിനെതിരെ പരസ്യ നിലപാടുമായി നാറ്റോ സഖ്യകക്ഷിയായ തുർക്കി രംഗത്തു വന്നു. മേഖലയെ ഇസ്രയേൽ നാശത്തിലേക്ക് നയിക്കുകയാണെന്നാണ് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്പ് എർദോഗന്റെ കുറ്റപ്പെടുത്തൽ. സഖ്യകക്ഷികളുടെ പിന്തുണ ലഭിക്കാത്തതിൽ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 6 പ്രവാസികളുടെ പേര് UAE പുറത്തുവിട്ടു. UAEയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹുകൾ വേണ്ടെന്ന് മതകാര്യ മന്ത്രാലയം. ഇറാൻ ആക്രമണങ്ങൾ കണക്കിലെടുത്താണ് നമസ്കാരം പള്ളികളിൽ മാത്രമാക്കാനുള്ള ഉത്തരവ്. വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നും, ഒപ്പം മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും ചേരും. ആദ്യം റഹീസിലേക്കാണ്. റഹീസ്, സംഘർഷ സാഹചര്യം അത് പശ്ചിമേഷ്യയിൽ തുടരുകയാണ്. ഈദ് നമസ്കാരങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ നീക്കം. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സംഘർഷ സാഹചര്യത്തെ നേരിടുന്നത്. എന്താണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ? ദിൽന, ഈ ദിവസവും ഈ ഇറാന്റെ ആക്രമണങ്ങൾക്ക് യാതൊരു അയവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. അതിൽ UAE കേന്ദ്രീകരിച്ച് ഇന്നലെ രാത്രി വളരെ വലിയ ആക്രമണം നടന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അത് 2 തവണ തീവ്രമായിട്ടുള്ള ആക്രമണം നടന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അലേർട്ട് ലഭിച്ചു. ഒപ്പം തന്നെ ആ സമയത്ത് ഉഗ്ര സ്ഫോടന ശബ്ദം കേട്ടു. അതൊക്കെയും എന്തായാലും ഒരു നിലയ്ക്ക് മിസൈലുകളോ ഡ്രോണുകളോ ഒന്നും തന്നെ നിലത്ത് വീണ് പൊട്ടിയിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായതിന്റെ വിവരങ്ങൾ UAEയിൽ എവിടെ നിന്നും ലഭിക്കുന്നില്ല. മറിച്ച് ഇതൊക്കെ കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് UAEയിൽ നിന്ന് പുറത്തു വരുന്നത്. പക്ഷേ രാവിലെ ഉണ്ടായ ആക്രമണം അത് പല കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ ആക്രമണം തന്നെയായിരുന്നു ഇറാൻ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷെ അത് കൃത്യമായി തന്നെ പൊളിക്കാൻ, കൃത്യമായി ചെറുക്കാനൊക്കെ തന്നെയും UAEയുടെ പ്രതിരോധ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നലെ രാവിലെ ഉണ്ടായതോ അല്ലെങ്കിൽ അതിന് തലേ ദിവസം രാവിലെ ഉണ്ടായതുപോലെ അത്ര വലിയ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ ആക്രമണങ്ങൾ, അതിന്റെ ഒരു സ്വഭാവം മാറിയിട്ടില്ല എന്നുള്ളത് ഒരു വശത്ത് ആശ്വാസമുള്ള കാര്യമാണ്. ഒപ്പം നാളെയോ മറ്റന്നാളോ ഒക്കെ പെരുന്നാളിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് UAEക്കാർ. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളൊക്കെയും ഒമാൻ ഒഴികെ നാളെയോ മറ്റന്നാളോ ഒക്കെ പെരുന്നാളായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ അതിനിടയിൽ UAEയിൽ ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങളൊക്കെയും ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് വിവിധ ഈദ്ഗാഹുകൾ ഒന്നും തന്നെ ഇത്തവണ ഈദ്ഗാഹുകളിൽ നമസ്കാരം വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ നമസ്കാരം വേണ്ട, മറിച്ച് പള്ളിക്കുള്ളിൽ മാത്രം നമസ്കാരം ഒതുക്കുക ഒരു സുപ്രധാന തീരുമാനം മതകാര്യ മന്ത്രാലയം എടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അത്തരത്തിൽ ഈദ്ഗാഹുകൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് നമുക്കറിയാം, പല ഘട്ടത്തിൽ രാവിലെയാണ് പ്രധാനമായിട്ടും നമസ്കാരം നടക്കുക. പുലർച്ചെ രാവിലെയുള്ള നമസ്കാരത്തിന് ശേഷം തന്നെ ഈദ് നമസ്കാരം തുടങ്ങും. അപ്പോൾ ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അതിലൊരു തരത്തിൽ സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് UAE വന്നിട്ടുള്ളത്. ഏതാണ്ട് മറ്റ് രാഷ്ട്രങ്ങൾ ഈ ഈദുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേകമായിട്ടുള്ള നിയന്ത്രണം ഇതുവരെയും ഏർപ്പെടുത്തിയിട്ടില്ല. ഇന്ന് വൈകിട്ടോടുകൂടിയൊക്കെ ആകും ഈ പിറ കാണുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നുമൊക്കെ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായേക്കാമെന്നാണ് കരുതുന്നത്, വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ആ നിലയ്ക്കൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ UAE സംബന്ധിച്ചിടത്തോളം ആക്രമണം ഉണ്ടാകുന്നു, ഒപ്പം തന്നെ ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇനി കുവൈറ്റിലേക്ക് വരികയാണെങ്കിൽ കുവൈറ്റിൽ ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 35 മിനിറ്റ് മുൻപ് മാത്രം അവിടെ
സൈറൻ മുഴങ്ങി അവിടെ ഒരു ആക്രമണം ചെറുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട്. ആ നിലയിലേക്ക് ഈ കുവൈറ്റിലെ കാര്യങ്ങൾ മാറി. ഒപ്പം തന്നെ നേരത്തെ തന്നെ അവിടെ ഈ പൊതു ഇടങ്ങളിൽ വലിയ പരിപാടികൾ നടത്തുന്നതിന് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഈ പെരുന്നാൾ മുൻനിർത്തി തന്നെയാണ് ആ നിയന്ത്രണം ഒന്നുകൂടി പുതുക്കിയിട്ടുണ്ട്. കല്യാണങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ കൂട്ടം എത്തുന്ന സ്ഥലങ്ങൾ, ആളുകൾ ഒരുപാട് ഒരുമിച്ച് കൂടുന്ന കൂട്ടങ്ങളൊക്കെയും അത്തരത്തിലുള്ള ഒത്തുചേരലുകളൊക്കെയും ഒഴിവാക്കണം എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ ഒന്നുകൂടി അറിയിപ്പ് പുതുക്കിയിരിക്കുകയാണ്. ആ നിലയിൽ കുവൈറ്റിലെ കാര്യങ്ങൾ മാറുന്നു. എന്തായാലും ബഹ്റൈനിൽ രാവിലെ ഇത്തരത്തിൽ അപായ സൈറനുകളൊന്നും മുഴങ്ങിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നില്ല. കഴിഞ്ഞ 2 ദിവസവും അത്തരത്തിലായിരുന്നു. ബഹ്റൈനിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായ അത്ര തീവ്രമായിട്ടുള്ള ആക്രമണം പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് ബഹ്റൈനിൽ നിന്ന് വരുന്നത്. സൗദിയിൽ നിന്ന് പതിവ് പോലെ ആക്രമണത്തിന്റെ വിവരങ്ങൾ വരുന്നുണ്ട്. അത് സൗദിയിലേക്ക് 13 ഡ്രോണുകളാണ് രാവിലെ അത്തരത്തിൽ ആക്രമണമുണ്ടായി അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം ഒക്കെയും അറിയിക്കുന്നു. ഈ സൗദി ഒരു കീ പോയിന്റ് ആണ്. ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പിറ കാണുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയും അറിയിപ്പ് വരുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം, ഒരു കീ പോയിന്റ് സൗദി അറേബ്യയാണ്. ഒപ്പം തന്നെ UAE ആണ്. അപ്പോൾ ഇതൊക്കെയും ഇന്ന് വൈകിട്ട് പിറ കാണാനുള്ള സജ്ജീകരണങ്ങളൊക്കെയും ഈ രാഷ്ട്രങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം കൂടി, അതിനെ ചെറുക്കുക കൂടി, ആ ഒരു സാഹചര്യം കൂടി നേരിടേണ്ടി വരുന്നത്. എന്തായാലും മറ്റു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾക്ക് UAEയുടെ പിന്തുണ ഉണ്ടാകും എന്ന് UAE ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് UAEയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും അതിനോട് ഏത് തരത്തിലാകും ഈ മറ്റ് രാഷ്ട്രങ്ങൾ പ്രതികരിക്കുക എന്നുള്ളതും പ്രധാനമായിരിക്കും. ഈ UAE പ്രസിഡന്റിന്റെ ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷാണ് ഓൺലൈനായി നടന്നൊരു ചർച്ചയിൽ UAEയുടെ നയം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഹോർമുസ് കടലിടുക്ക് അതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് US നടത്തുന്ന പരിശ്രമങ്ങൾക്കെല്ലാം UAE പങ്കാളിയാകും എന്നുള്ളൊരു ഉറപ്പ് അൻവർ ഗർഗാഷ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇറാനുമായി UAE ഇപ്പോൾ ചർച്ച നടത്തുന്നില്ല എന്നുള്ളൊരു തുറന്ന പ്രഖ്യാപനം കൂടി, അതൊരു വ്യക്തമാക്കൽ കൂടി UAE നടത്തിയിരിക്കുകയാണ്. ആ നിലയ്ക്ക് രാഷ്ട്രീയമായും ഒപ്പം തന്നെ ഇത്തരത്തിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലുമൊക്കെ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഉണ്ടായി വരികയാണ്. തീർച്ചയായും പെരുന്നാൾ കാലത്ത് ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങളുടെയൊക്കെ ഭാഗമായി പലപ്പോഴും ഈ സംഘർഷങ്ങളുടെ ഇടയിൽ പോലും ഒരു ഇടവേള ആക്രമണങ്ങൾക്കൊക്കെ നൽകുന്നതാണ്. പക്ഷെ ഇവിടെ അതുപോലും ഉണ്ടാകുന്നില്ല. എന്നാൽ UAEയിൽ പൊതുവായ ഈദ്ഗാഹുകളില്ല, പള്ളികളിൽ മാത്രം നമസ്കാരം മതി എന്ന തരത്തിലേക്ക് ഉത്തരവ് വന്നിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളുടെ കാര്യം, GCC രാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ എന്താണ് നിലപാടെടുക്കുക, സുരക്ഷ മുൻനിർത്തി എന്നത് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അറിയാൻ കഴിയും. മധു കൊട്ടാരക്കര കൂടി ചേരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന്, ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ട്രംപിന്റെ സമ്മർദ്ദം ഈ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അത് ഇപ്പോൾ UAE കൂടി അതിൽ ഭാഗമാകുന്നു, സുരക്ഷ ഒരുക്കാൻ മുന്നോട്ട് വരാം എന്ന് പ്രഖ്യാപനം വരുന്നു. അത് വിജയമാകുമ്പോൾ തന്നെയും മറുവശത്ത് ഇസ്രയേലിനെതിരെ തുർക്കിയുടെ പ്രസ്താവന വരികയാണ്. പുതിയൊരു യുദ്ധചേരി തുറക്കുകയാണോ എന്ന ആശങ്ക ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽനാഥ്. UAEയുടെ ഭാഗത്തു നിന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധയാകർഷിച്ച ഒരു നയമാറ്റമാണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പരസ്യമായിട്ടുള്ള ഒരു പിന്തുണയുമായിട്ട് വന്നത് വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കയുടെ എല്ലാ നീക്കങ്ങൾക്കും അല്ലെങ്കിൽ അതുവഴിയുള്ള എണ്ണ ടാങ്കറുകൾ, കപ്പലുകൾ പോകുവാനുള്ള സുഗമമായ നീക്കത്തിന് പിന്തുണ കൊടുക്കും. അതുമാത്രമല്ല, ഈ ഇറാൻ തുടർച്ചയായിട്ട് നടത്തിയ ആക്രമണത്തിന്റെ കണക്കുകൾ എണ്ണം പറഞ്ഞായിരുന്നു ഈ UAEയുടെ പ്രതികരണം ഇന്ന് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പ്രതികരണമൊക്കെ വന്നിരിക്കുന്നത് ഈ അയത്തുള്ള അലി ഖമീനിയുടെ വധത്തിന് ശേഷം ഇറാൻ ഭരണകൂടത്തിന് ലഭിച്ച ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രഹരമായിരുന്നു. ഇറാന്റെ മുൻ സ്പീക്കറും അതുപോലെ ഉന്നത സുരക്ഷാ ഉപദേശകനുമായ അലി രാജാനി, അദ്ദേഹത്തിന്റെ കൊല്ലപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെയാണ് UAEയുടെ ഈ പ്രസ്ഥാനം വന്നതും കൂടെ ചേർത്ത് വായിക്കണം. ഈ ലഴ്ജാനിയുടെ മരണം ഇറാൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രിയിൽ അവര് പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിലാണ് ലഴ്ജാനിയും അതുപോലെ അദ്ദേഹത്തിന്റെ മകൻ മുർത്തസയും കൊല്ലപ്പെട്ട വിവരം ഈ സുപ്രീം കൗൺസിൽ സെക്രട്ടേറിയറ്റും സ്ഥിരീകരിച്ചത്. ലഴ്ജാനിക്കൊപ്പം ഇറാന്റെ അർദ്ധ സൈനിക വിഭാഗമായ ബസിജിന്റെ തലവൻ ജനറൽ ഗുലാം റസയും കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനിലെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ചുമതലയുള്ള ഈ ബസിജ് സേനയുടെ തലവൻ ഗുലാം റസ കൊല്ലപ്പെട്ടത് ഇറാന് മറ്റൊരു വലിയ തിരിച്ചടിയാണ്. ടെഹ്റാൻ കിഴക്കൻ പ്രദേശത്ത് നടത്തിയ
അമേരിക്കയും ഇസ്രായേലുമായിട്ട് നടത്തിയ ഒരു സംയുക്ത വ്യോമാക്രമണത്തിലാണ് ഇവരെല്ലാം കൊല്ലപ്പെട്ടത്. മകളുടെ വീട് സന്ദർശിക്കാൻ പോയതായിരുന്നു ലഴ്ജാനി ചൊവ്വാഴ്ച പുലർച്ചെ. അപ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്. ഈ ഇറാന്റെ സുരക്ഷാ നയങ്ങളുടെ അതുപോലെ വിദേശകാര്യ തന്ത്രങ്ങളുടെയും ഒക്കെ പ്രധാന ശില്പിയായിട്ടാണ് ലഴ്ജാനി അറിയപ്പെട്ടിരുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായിട്ടുള്ള ചർച്ചകളിൽ ഇറാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന അമേരിക്കയുമായിട്ടുള്ള ചർച്ചകളിലുമൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇറാന് ഏറെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അല്ലെങ്കിൽ നിലപാട് വെളിപ്പെടുത്തുന്നതിൽ ഒരു നിർണായക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം. ആണവ ഇന്ധനം നിർമ്മിക്കാനുള്ള ഇറാന്റെ ഒരു അവകാശത്തെ അദ്ദേഹം എപ്പോഴും എല്ലാ കാലത്തും ഒരു നയതന്ത്ര ആയുധമാക്കി മാറ്റുന്നത് നമ്മളെല്ലാം ശ്രദ്ധിച്ചതാണ്. അതേസമയം ഈ ലഴ്ജാനിയുടെ പിൻഗാമിയായി മെഹസിൻ റസായിയെ നിയമിക്കുമെന്നാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ കംനയുടെ പ്രസ്താവന. അതായത് അദ്ദേഹത്തിന്റെ ഒരു മുതിർന്ന സൈനിക ഉപദേശകൻ കൂടിയാണ് ഈ റസായി. ഗോകുൽ ദിൽന ഡൊണാൾഡ് ട്രംപിന്റെ പരാതി പറച്ചിൽ ഇന്നും തുടരുകയാണ്. ലോക നന്മയ്ക്ക് വേണ്ടിയാണ് താൻ ഈ യുദ്ധം നയിക്കുന്നതെങ്കിലും ആരും അത് അംഗീകരിക്കുന്നില്ലെന്നാണ് ട്രംപിന്റെ ഇന്നത്തെ പരാതി. ഏതാനും മൈൻ സ്വീപ്പറുകൾ, അതായത് ഹോർമുസ് കടലിടുക്കിലെ മൈനുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ നാറ്റോ രാജ്യങ്ങൾക്ക് കഴിയുമായിരുന്നു. അത്ര വലിയ ചെലവൊന്നുള്ള ഒരു കാര്യമല്ലായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്ന തടയുക എല്ലാ രാജ്യങ്ങളുടെയും ആവശ്യമാണെന്ന് ഡൊണാൾഡ് ട്രംപ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. നാറ്റോ രാജ്യങ്ങളെ ഒരുപാട് സഹായിച്ചു. പക്ഷേ ഒരു ആവശ്യഘട്ടത്തിൽ അവർ കൂടെ നിന്നില്ലെന്ന് ഇന്ന് അദ്ദേഹം വീണ്ടും കുറ്റപ്പെടുത്തി. വൈകിട്ട് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്റെ സൈനിക നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് ഇറാന്റെ മണ്ണിലേക്ക് നേരിട്ട് അമേരിക്കൻ സൈനികരെ അയക്കുന്നത് വലിയ തിരിച്ചടിയാകില്ല എന്നുള്ളൊരു ചോദ്യമായിരുന്നു. വിയറ്റ്നാം യുദ്ധമൊക്കെ മുൻനിർത്തിയായിരുന്നു ഈ ചോദ്യം. ട്രംപിന്റെ മറുപടി എനിക്ക് ഒന്നിനെയും ഭയമില്ലെന്നായിരുന്നു. ഗോകുൽ ദിൽന. മധു സൂചിപ്പിച്ചതുപോലെ തന്നെ ലഴ്ജാനിയുടെ മരണം അത് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ്, ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അതിനെ കനത്ത തിരിച്ചടി നൽകും എന്ന് IRGC പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പുതിയ തലത്തിലേക്ക് ഈ ആക്രമണങ്ങൾ, യുദ്ധ സാഹചര്യം മാറുന്നു എന്ന് വേണമോ വിലയിരുത്താൻ? ദിൽന, ലഴ്ജാനിയുടെ മരണം ഇറാന് മാത്രമല്ല തിരിച്ചടി. ഒരുപക്ഷെ ഈ യുദ്ധം പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ടുള്ള സമവായത്തിന് ശ്രമിക്കുന്ന മീഡിയേറ്റേഴ്സ് പോലുള്ള രാജ്യങ്ങൾക്ക്, എന്തിനേറെ പറയുന്നു അമേരിക്ക പോലും ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ജൂലൈ മാസങ്ങളിൽ ഈ നിലവിലുള്ള ഭരണകൂടത്തിനെ മറിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വരേണ്ട ഭരണകൂടം നയിക്കേണ്ടിയത് ലഴ്ജാനി ആണെന്ന് വരെ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ പ്രക്ഷോഭകാരികളെയൊക്കെ അടിച്ചമർത്തിയപ്പോഴാണ് ഈ അമേരിക്കയുടെ കണ്ണിലെ കരടായിട്ട് മാറിയത്. ലഴ്ജാനിയുടെ മരണം ഇറാന് മാത്രമല്ല അന്താരാഷ്ട്ര ലോകത്ത് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഒരു വലിയ തിരിച്ചടിയായിട്ട് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഗോകുൽ ദിൽന. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംഘർഷ സാഹചര്യം അത് അകലുന്നില്ല, വളരെ രൂക്ഷമായ രീതിയിൽ അത് യുദ്ധ സാഹചര്യം തുടരുന്നു എന്ന വളരെ സങ്കടകരമായ കാര്യമാണ് ഈ പെരുന്നാൾ പോലുള്ള ആഘോഷങ്ങൾ വരാനിരിക്കുമ്പോൾ പോലും ലോകത്തിന് മുന്നിലുള്ളത്. പെരുന്നാൾ കാലത്ത് ഒരു ഇടവേളയില്ലാതെ ആക്രമണം തുടരുന്നു എന്നത് ആശങ്കാജനകമാണ്. ഏതായാലും ഈ പെരുന്നാൾ സമയത്തെങ്കിലും അത് സമാധാനപൂർവ്വം ആഘോഷങ്ങൾ, നമസ്കാരങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഇനി നമ്മൾ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. വിധിയെഴുത്തിനൊരുങ്ങി കേരളം. MP-മാർ മത്സരിക്കേണ്ടതില്ലെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തിന് പിന്നാലെ കെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. അനുനയ ശ്രമങ്ങൾക്കിടെയാണ് കെ സുധാകരന്റെ വാർത്താ സമ്മേളനം. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് പിന്നാലെ കണ്ണൂർ കോൺഗ്രസിൽ പ്രതിഷേധം പുകയുകയാണ്. കെ സുധാകരനെ അനുകൂലിച്ച് കണ്ണൂരിന്റെ വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കോൺഗ്രസിന്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തു വന്നേക്കും. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, എല്ലാ കണ്ണുകളും കെ സുധാകരനിലേക്കാണ്. ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നും പറഞ്ഞില്ല സുധാകരൻ, പക്ഷേ ഉള്ളു പുകയുന്നു. ഇന്നലെയും അനുനയ ശ്രമങ്ങൾ പല നേതാക്കളും, രമേശ് ചെന്നിത്തല അടക്കം നേരിട്ട് കണ്ടെത്തി അനുനയിപ്പിക്കാൻ ശ്രമം നടക്കുന്നു. അതിനൊന്നും വഴങ്ങുന്നില്ല. ഇന്ന് എന്ത് പറയുമെന്ന് കെ സുധാകരൻ എന്നത് ഒരു വശത്ത് ആകാംക്ഷയാണ്. ഒപ്പം രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക, അതിലുള്ള ചർച്ചകൾ. മോർണിംഗ് ഗോകുൽ ദിൽന. ഈ കോൺഗ്രസിന്റെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക അത് ഈ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള പാർട്ടിയുടെ ഹൈക്കമാൻഡിന്റെ നയം നടപ്പാക്കുന്ന ഒരു പട്ടികയാണ്. ഈ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെയാണ് കെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ
എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അദ്ദേഹം ഈ ഒരു നീക്കത്തിൽ അല്ലെങ്കിൽ തന്റെ ആവശ്യം പരിഗണിക്കാത്ത ഹൈക്കമാൻഡിന്റെ നിലപാടിൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അത് അദ്ദേഹം പലതവണ വാക്കുകളിലും പ്രവൃത്തിയിലും പ്രകടമാക്കിയതുമാണ്. പരസ്യമായി അദ്ദേഹം എന്നാൽ ഈ ഒരു വിവാദം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം നടക്കുന്നതിനിടെ മാധ്യമങ്ങളെ കാണുകയോ വാർത്താ സമ്മേളനം നടത്തുകയോ ചെയ്തിട്ടില്ല എങ്കിൽ പോലും അത് കൃത്യമായി തന്നെ അദ്ദേഹം പ്രവൃത്തിയിലൂടെ ബോധിപ്പിച്ചിരുന്നു ഹൈക്കമാൻഡിനെയും മാധ്യമങ്ങളെയും എല്ലാം തന്നെ. അത് അവസാനിപ്പിച്ചുകൊണ്ടാണ് പരസ്യമായുള്ള ഒരു പ്രതികരണത്തിനായി കെ സുധാകരൻ ഇന്ന് തയ്യാറെടുക്കുന്നത്. അദ്ദേഹം തന്റെ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ കണ്ണൂരിൽ മത്സരിക്കാനുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണോ, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് അദ്ദേഹം വഴങ്ങുകയാണോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ് കെ സുധാകരന്റേത്. സംസ്ഥാനത്ത് മുഴുവൻ സ്വാധീനമുള്ള അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ കെ സുധാകരൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് നിലപാടെടുക്കും എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ കെ സുധാകരനെ അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലെത്തി കണ്ട് അന്നയ നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം അതിന് വഴങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇന്ന് വാർത്താ സമ്മേളനത്തോടെ വ്യക്തമാകും. അതേസമയം കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം രാത്രി നടന്നിരുന്നു. ഈ ഒരു ചർച്ചകളുടെ ഫലമായി രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക അത് ഇന്ന് തന്നെ പുറത്തു വന്നേക്കും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. കാരണം ഈ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക അത് പ്രഖ്യാപിക്കാൻ അല്പം വൈകിയത് വലിയ തോതിൽ തന്നെ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചതുപോലെ 24 മണിക്കൂറിനകം പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയാതിരുന്നതും ഒപ്പം തന്നെ മറ്റ് പാർട്ടികൾ എല്ലാം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലും സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതും കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഇന്ന് എന്തായാലും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗോകുൽ ജില്ല നെടുങ്കാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രവർത്തകർ. കാരണം തെക്കൻ കേരളത്തിലെ പല ജില്ലകളിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതാണ്. അവിടെ നിന്ന് കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുകയാണ് കോൺഗ്രസ്. പക്ഷേ ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒരു സീറ്റ് പോലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ആലപ്പുഴയിൽ പല സീറ്റുകളിലില്ല. അപ്പോൾ അവിടുത്തെ പ്രവർത്തകർക്കടക്കം ആ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. പ്രചരണത്തിനുള്ള ദിവസങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയം ഇനി 6 ദിവസം മാത്രമേ ഉള്ളൂ. ഓരോ ദിവസവും കഴിയുന്തോറും ആ പ്രചാരണത്തിലുള്ള സമയമാണ് കോൺഗ്രസിന് നഷ്ടമാകുന്നതെന്നാണ് വസ്തുത. തീർച്ചയായും ഇനി നമ്മൾ പോകുന്നത് ധർമ്മടത്തേക്കാണ്. കണ്ണൂരിലാണ്. കണ്ണൂരിൽ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ LDF കൺവെൻഷൻ ഇന്ന് നടക്കും. മമ്പറത്ത് നടക്കുന്ന കൺവെൻഷനിൽ സ്ഥാനാർത്ഥി പിണറായി വിജയനൊപ്പം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്കാണ് കൺവെൻഷൻ. തളിപ്പറമ്പ് മണ്ഡലം കൺവെൻഷൻ MV ജയരാജനും അഴീക്കോട് മണ്ഡലം കൺവെൻഷൻ EP ജയരാജനും ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അജീഷ്, മുഖ്യമന്ത്രി ഈ കണ്ണൂരിലെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ പ്രതിസന്ധിയുടെ കാര്യത്തിൽ എന്തൊക്കെ പറയും, എന്ത് സംസാരിക്കും എന്നത് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഇന്ന് ഒരു നിലപാട് പ്രഖ്യാപനം ഈ കൺവെൻഷനിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയാണ് ധർമ്മടത്തും മറ്റു മണ്ഡലങ്ങളിലും LDFന്റെ ഒരുക്കം. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ധർമ്മടത്ത് പ്രചാരണം തുടങ്ങിയിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി ഇന്നലെയാണ് ധർമ്മടം മണ്ഡലത്തിലെത്തിയത്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ മട്ടന്നൂർ വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജന്മനാടായ പിണറായി വരെ വളരെ വലിയ റോഡ് ഷോ അടക്കം നടന്നിരുന്നു. ആ വലിയ ജനപങ്കാളിത്തം തന്നെ അതിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ധർമ്മടത്ത് ആ കൺവെൻഷൻ LDFന്റെ ആദ്യ കൺവെൻഷൻ നടക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയും ചെയ്യും. ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് ഈ പരിപാടി. കൂടാതെ മറ്റു മണ്ഡലങ്ങളിലും LDFന്റെ പ്രചരണം സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. കണ്ണൂർ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികൾ ആയി കഴിഞ്ഞു. തളിപ്പറമ്പ് മണ്ഡലത്തിൽ MV ജയരാജനായിരിക്കും ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക. EP ജയരാജനും അഴീക്കോട് മണ്ഡലത്തിലാണ് ചുമതല. LDF മുന്നോട്ട് പോകുമ്പോൾ തന്നെ UDF കണ്ണൂരിൽ അഴീക്കോട്, കൂത്തുപറമ്പ്, ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായ UDF അവരും പ്രചരണമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നും UDF സ്ഥാനാർത്ഥികളുടെ കൺവെൻഷനും റോഡ് ഷോകളും ഇന്നും ഉണ്ടാകും.
അങ്ങനെ പ്രചാരണം കൊഴുക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. അവസാന ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് പ്രചാരണവുമായി ഇറങ്ങിയിരിക്കുകയാണ്. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ചേർന്നത്. ഇനി ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ്. ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ഏതാണ്ട് ഒരു മിക്സഡ് പ്രതികരണമാണ്. മാത്രമല്ല യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നു, രണ്ട് വനിതകളുടെ പ്രാതിനിധ്യം, അതും മുസ്ലിം സമുദായത്തിന് പുറത്തുനിന്നൊരു വനിതയ്ക്ക് പ്രാതിനിധ്യം കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും വനിതാ ലീഗിന് പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ചില പ്രതിഷേധമുണ്ട്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പിന്നാലെ കടുത്ത അതൃപ്തിയാണ് വനിതാ ലീഗിനുള്ളത്. ഇന്ന് വനിതാ ലീഗ് നേതൃയോഗം ചേർന്ന് തുടർ നീക്കങ്ങൾ തീരുമാനിക്കും. 2 വനിതകൾക്ക് അവസരം നൽകിയെങ്കിലും വനിതാ ലീഗിൽ നിന്ന് ആരെയും പരിഗണിച്ചില്ല എന്നതാണ് വനിതാ ലീഗിന്റെ പരാതി. കടുത്ത നിലപാടിലേക്ക് വനിതാ ലീഗ് കടക്കുമെന്ന് ഇന്നലെ ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ് 24-നോട് പറഞ്ഞിരുന്നു. സംസ്ഥാന നേതാക്കളായ കുൽസു ടീച്ചർ, സുഹ്റ മമ്പാട് എന്നിവരെ പരിഗണിക്കുമെന്നായിരുന്നു നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നത്. അത് ഇല്ലാത്തതാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയെ ചൊല്ലി ആശയക്കുഴപ്പം തുടരുന്നു. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആന്റണി രാജുവിന്റെ അയോഗ്യത ഹൈക്കോടതിയും ശരിവച്ചതോടെ സീറ്റ് ഏറ്റെടുക്കാൻ CPM ശ്രമിക്കുന്നുണ്ടെങ്കിലും അനുകൂല മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത്തവണത്തേക്ക് മാത്രമായെങ്കിലും സീറ്റ് ഏറ്റെടുക്കണമെന്നാണ് CPIM പ്രാദേശിക നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സീറ്റ് ലഭിച്ചാൽ പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് CPIM ആലോചന. ISJDയിൽ നിന്ന് ഏറ്റെടുക്കുന്ന കോവളം സീറ്റിലും പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കും. S വിനേഷ് കുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനേഷ്, തിരുവനന്തപുരം സെൻട്രലിൽ എന്തായാലും ആന്റണി രാജു ഇത്തവണ ഉണ്ടാകില്ല എന്നത് ഉറപ്പായിരിക്കുന്നു. ഇനി നിയമപരമായ എന്തെങ്കിലും ഒരു സാധ്യത അദ്ദേഹത്തിന് മുന്നിൽ ഒരു പ്രതീക്ഷ നൽകുന്നതില്ല. ഈ തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കുന്നതിന് മുൻപായി എന്തെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഉറപ്പാണ്. ഇനി എന്താണ് CPMന്റെ ശ്രമം? ആരെയാണ് പൊതുസ്വതന്ത്രരായി പരിഗണിക്കുന്നത്? അതിനോട് ആന്റണി രാജുവിന്റെ പ്രതികരണം എന്താകും? തിരുവനന്തപുരത്ത് എന്തായാലും ആന്റണി രാജു ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അറിയാൻ കഴിയുന്നതല്ല, സാധ്യതയില്ല. കാരണം ഇന്നലെ കോടതി ഉത്തരവ് അദ്ദേഹത്തിന് തിരിച്ചടിയായതോടുകൂടി ജനാധിപത്യ കോൺഗ്രസ് നിന്ന് മറ്റാരെങ്കിലും വരുമോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല. കാരണം ആന്റണി രാജു കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥിയാവാൻ തിരുവനന്തപുരം സെൻട്രലിലൊന്നും സ്ഥാനാർത്ഥിയാവാൻ കഴിയുന്ന ഒരാൾ പാർട്ടിക്ക് അകത്ത് ഇല്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് CPIM തന്നെ തിരുവനന്തപുരം സെൻട്രൽ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അങ്ങനെ വരികയാണെങ്കിൽ ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ, കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ആര് എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം BJPയും NDA ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. LDFന്റെ സ്ഥാനാർത്ഥി ആരെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും NDA സ്ഥാനാർത്ഥി ഉണ്ടാവുക. NDA സ്ഥാനാർത്ഥിയായി പ്രധാനമായും കുമ്മനം രാജശേഖരന്റെ പേര് ഉൾപ്പെടെ കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രഗത്ഭ സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവരാനാണ് NDA ആലോചിക്കുന്നത്. കാരണം NDAക്കും BJPക്ക് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു മേഖല കൂടി ആയതുകൊണ്ട് തന്നെ LDFന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് നോക്കിയതിന് ശേഷമായിരിക്കും അത്തരൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. എന്തായാലും ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല. ദിൽന. S വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. അവിടെ UDFനും ഒരു തർക്കമുണ്ട് ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്നതാണ് അതിന്റെ സത്യം. അങ്ങനെ 3 മുന്നണികളും ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. BJP പ്രഖ്യാപിച്ചിട്ടുമില്ല, അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. മറ്റുള്ളവരുടെ സ്റ്റാൻഡ് എന്താണ്, ആരാണ് അവരുടെ ഫേസ് എന്ന് അറിയാൻ വേണ്ടി BJP വെയിറ്റ് ചെയ്യുന്നു. ഇനി എറണാകുളത്തേക്ക് വന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം തുടരുകയാണ്. വൈപ്പിൻ, പെരുമ്പാവൂർ, കൊച്ചി മണ്ഡലങ്ങളിലാണ് തീരുമാനമാകാത്തത്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയെ മത്സരിപ്പിക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന മനോജ് മുത്തേടവും ഉല്ലാസ് തോമസുമാണ് ഇവിടെ പരിഗണനയിലുള്ളത്. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും പരിഗണനാ പട്ടികയിലുണ്ട്. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഡിയ, കോൺഗ്രസിന് വലിയ മേധാവിത്വമുള്ള ഒരു ജില്ലയാണ് എറണാകുളം. അവിടെ പല മണ്ഡലങ്ങളിലും ഇപ്പോഴും കോൺഗ്രസിന് ആശയക്കുഴപ്പം തുടരുകയാണ്. എൽദോസ് കുന്നപ്പള്ളി ഇന്ന് ഡൽഹിക്കൊക്കെ പോകുന്നുണ്ട്. ഏത് രീതിയിലുള്ള ഒരു സമവായം, ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതാണ് പ്രതീക്ഷിക്കുന്നത്? ദിൽന, കോൺഗ്രസിന് വലിയ മേൽക്കൈയുള്ള ഒരു ജില്ല തന്നെയാണ് എറണാകുളം ജില്ല. ഇന്ന് ഇപ്പോൾ 4 മണ്ഡലങ്ങളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായുമുള്ളത് പെരുമ്പാവൂരിലാണ്. ഇന്നലത്തെ അനിശ്ചിതത്വത്തിന് തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ ബാബു ഒഴികെയുള്ള മറ്റ് MLA-മാർ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നു എന്നുള്ള കാര്യം വന്നെങ്കിൽ പോലും ഇന്നലെ വന്നത് എൽദോസ് കുന്നപ്പള്ളി സ്ഥാനാർത്ഥിയായി നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. ആ ഒരു തീരുമാനത്തിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയാണ് എന്നാണ്
മനസ്സിലാക്കുന്നത്. ചർച്ചകൾക്കായി എൽദോസ് കുന്നപ്പള്ളി ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. നേതാക്കളുമായി ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. താൻ തന്നെ സ്ഥാനാർത്ഥിയായി ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസമാണ് ഇന്നലെ എൽദോസ് കുന്നപ്പള്ളി പങ്കുവച്ചത്. എന്നാൽ സഭയടക്കമുള്ളവർ ഇത്തരത്തിൽ എൽദോസ് കുന്നപ്പള്ളിയെ നിർത്തേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന മനോജ് മുത്തേടനും ഒപ്പം ഉല്ലാസ് തോമസുമാണ് നിലവിൽ പെരുമ്പാവൂരിൽ പരിഗണനയിലുള്ളത്. നിലവിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം വലിയ അനിശ്ചിതത്വത്തിലാണ്, പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ്. എറണാകുളം ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ തർക്കവും കാര്യങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചി, വൈപ്പിൻ, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിൽ ഇതുവരെയായിട്ടും തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ്. അതിൽ കൊച്ചിയിൽ തന്നെ ദീപ്തി മേരി വർഗീസും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസുമാണ് നിലവിൽ പരിഗണനയിലുള്ളത്. അതുപോലെ തൃപ്പൂണിത്തുറയിൽ ദീപക് ചോയും M. ലിജുവും പരിഗണനയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ വൈപ്പിനിൽ ടോണി ചമ്മണിയും പരിഗണനയിലുണ്ട്. ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നാണ് നിലവിൽ കൊച്ചിയിലും വൈപ്പിനിലും ഒപ്പം തൃപ്പൂണിത്തുറയിലും ഒരു തീരുമാനമാകാതെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഇന്ന് തന്നെ ഏകദേശം സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസുമുണ്ട്. പ്രത്യേകിച്ച് VD സതീശനടക്കം മുഹമ്മദ് ഷിയാസിനായി മുന്നോട്ട് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഇന്ന് തീരുമാനമാകും എന്നുള്ളതാണ്. ദീപ്തി മേരി വർഗീസും സംസാരിച്ചപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നത്തോടെ പ്രത്യേകിച്ച് പെരുമ്പാവൂർ സീറ്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങളുടെ കാര്യത്തിലും തീരുമാനമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ലീഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന ഒരു അപകടവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഉണ്ട്. കൊയിലാണ്ടി കുറവങ്ങാട് വാഹനാപകടത്തിൽ 3 വിദ്യാർത്ഥികൾ മരിച്ചു. MBBS വിദ്യാർത്ഥികളാണ് മരിച്ചത്. ഇലക്ട്രിക് സ്കൂട്ടർ പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത്. ആ അപകടത്തിന്റെ അപ്ഡേറ്റ്സിലേക്ക് ഉടൻ തന്നെ വരാം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കൗതുകം രാഷ്ട്രീയത്തിലെ തലമുറ മാറ്റം ഏതാണ്ട് പൂർണ്ണാർത്ഥത്തിൽ തന്നെ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതാണ്. UDF എന്ന ഐക്യജനാധിപത്യ മുന്നണിക്ക് രൂപം നൽകുകയും നയിക്കുകയും ചെയ്ത ഒരു നേതാവ് പോലും മത്സര രംഗത്തില്ലാതെയാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ അവരിൽ ഏതാണ്ട് എല്ലാവരുടെയും മക്കൾ മത്സരിക്കുന്നു എന്നതും ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളായ K. കരുണാകരൻ, AK ആന്റണി, R. ബാലകൃഷ്ണപിള്ള, KM മാണി, CH മുഹമ്മദ് കോയ, PJ ജോസഫ് തുടങ്ങിയവരുടെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് 2026 തെരഞ്ഞെടുപ്പ്. പക്ഷേ ഇവരിൽ ഏതാണ്ട് എല്ലാവരുടെയും മക്കൾ ഗോദയിൽ സജീവം. K. കരുണാകരന്റെ മകൻ K. മുരളീധരൻ ഇപ്പോൾ മുതിർന്ന നേതാവായി മത്സരത്തിനുണ്ട്. മകൾ പത്മജ BJP-യിലൂടെ NDA പാളയത്തിലാണ്. PJ ജോസഫ് മത്സരരംഗത്തു നിന്നു മാറി മകൻ അബു ജോസഫ് കളത്തിലേക്കിറങ്ങി. ഇടതുമുന്നണിക്കൊപ്പം ദീർഘകാലം അധികാരം പങ്കിട്ടെങ്കിലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ UDF-ൽ തന്നെ. UDF സ്ഥാപക നേതാക്കളായ R. ബാലകൃഷ്ണപിള്ളയുടെ മകൻ KB ഗണേഷ് കുമാറും KM മാണിയുടെ മകൻ ജോസ് K. മാണിയും ഇക്കുറിയും മത്സരരംഗത്തുണ്ട്. പക്ഷേ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊപ്പം ഇടതുപാളയത്തിലാണെന്നതാണ് പ്രത്യേകത. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ നേതാവായിരുന്ന RSPയിലെ ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോൺ ഇപ്പോൾ മത്സരിക്കുന്നത് UDF-നൊപ്പം. തലമുറ മാറ്റത്തിൽ അച്ഛന്റെ ലെഗസിയിൽ ശ്രദ്ധേയ സ്ഥാനാർത്ഥികളിലധികവും UDF-ൽ തന്നെ. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ, മുസ്ലിം ലീഗിന്റെ P. സീതി ഹാജിയുടെ മകൻ PK ബഷീർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത്, തോപ്പിൽ രവിയുടെ മകൻ സൂരജ് രവി, K. അച്യുതന്റെ മകൻ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ എന്നിവരൊക്കെ മത്സരരംഗത്തുള്ള രണ്ടാം തലമുറ തന്നെ. അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവ് TM ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ് മത്സരിക്കും എന്നുറപ്പ്. UDF സ്ഥാപക നേതാവും മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവുമായിരുന്ന CH മുഹമ്മദ് കോയയുടെ മകൻ MK മുനീർ നിരവധി തവണ MLA-യും മന്ത്രിയുമായിരുന്നെങ്കിലും ഇക്കുറി മത്സരിക്കാനില്ല. വന്ന ലിസ്റ്റുകൾ പ്രകാരം മത്സരത്തിനില്ലെങ്കിലും UDF സ്ഥാപക നേതാവ് AK ആന്റണിയുടെ മകൻ ഇപ്പോൾ BJP നേതാവാണ്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമാകുമ്പോൾ ഈ പട്ടിക ഇനിയും മാറുമെന്നുറപ്പ്. കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലായി മാറുന്നു 2026 തെരഞ്ഞെടുപ്പ്. ഇലക്ഷൻ ഡെസ്ക് 24. നേരത്തെ പറഞ്ഞൊരു അപകട വാർത്തയിലേക്കാണ്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വാഹനാപകടത്തിൽ 3 MBBS വിദ്യാർത്ഥികളാണ് മരിച്ചത്. ഇലക്ട്രിക് സ്കൂട്ടർ പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത്. അനീഷ് ദേവസ്യ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, എപ്പോഴായിരുന്നു അപകടം? എന്താണ് മറ്റു വിവരങ്ങൾ?
ഡില്ല ഇന്ന് പുലർച്ചെ 2:30യോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് എന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽ മലബാർ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളായ 3 പേര് മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ റോഡരികിലെ പോസ്റ്റിൽ ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരു നിയന്ത്രണം വിട്ട സ്കൂട്ടർ പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നാണ് ദൃക്സാക്ഷികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അതിൽ അപകടത്തിൽ മരിച്ചവർ ഒരു നന്ദകിഷോർ, അദ്ദേഹം കൊല്ലം സ്വദേശിയാണ്, അഭയാൻ കായംകുളം സ്വദേശിയാണ്, അഭിനവ് പാലക്കാട് സ്വദേശിയാണ്. 3 പേരും മലബാർ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ MBBS വിദ്യാർത്ഥികളാണ്. ഈ അപകടത്തിന് പിന്നാലെ നാട്ടുകാർ ഇവിടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല. സംഭവത്തിൽ ഏതായാലും കൊയിലാണ്ടി പോലീസ് കേസിനെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡില്ല. ശരി, അനീഷ് ദേവസിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് വാഹനാപകടത്തിൽ ഇലക്ട്രിക് സ്കൂട്ടർ പോസ്റ്റ് ഇടിച്ച് 3 MBBS വിദ്യാർത്ഥികൾ മരിച്ചു. മുമ്പ് ആലപ്പുഴയിൽ MBBS വിദ്യാർത്ഥികൾ ജീവനഷ്ടമായ ആ അപകടം ഓർമ്മ വന്നു പെട്ടെന്ന്. അതിന് സങ്കടകരമായ സാഹചര്യമാണ്. 3 MBBS വിദ്യാർത്ഥികൾ ആ വീട്ടിലെ ഡോക്ടേഴ്സ് ആവേണ്ടവരാണ് മരിച്ചത്. കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ PJ ജോസഫ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിച്ചതായി ഇന്നലെ പ്രഖ്യാപിച്ചു. അതിവൈകാരികമായ പടിയിറക്കത്തിനാണ് തൊടുപുഴ സാക്ഷിയാകുന്നത്. പാർട്ടിയിലെ തലമുറ മാറ്റമെന്ന് പറയുമ്പോഴും PJ ജോസഫിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിരുന്നു ഈ തീരുമാനം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നതിൽ എന്തെങ്കിലും സങ്കടമുണ്ടോ? തൊടുപുഴ എന്നാൽ PJ ആയിരുന്നു കഴിഞ്ഞ 5 പതിറ്റാണ്ട്. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പാത നയിച്ചയാൾ. നടന്നു നീങ്ങിയ ദൂരമത്രയും പ്രവർത്തിച്ചത് ജനങ്ങൾക്കു വേണ്ടി. 11 തവണ തൊടുപുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച PJ ജോസഫ് 2001 PT തോമസിനോട് മാത്രമാണ് പരാജയപ്പെട്ടത്. വഴിമാറുന്നത് മകൻ അബു ജോൺ ജോസഫിനു വേണ്ടി. PJ ജോസഫ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഭീഷ്മാചാര്യരുടെ പിൻഗാമിയാന്ന് വരിക എന്ന് പറയുന്നത് ഭാരം പിടിച്ച ഒരു ഉത്തരവാദിത്തമാണ്. PJ ജോസഫിൻ്റെ പാത പിന്തുടരുക എന്ന് പറയുന്നത് ആ ഒരു സ്കെയിലിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നെനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫിന്റെ ഉറപ്പായിരുന്നു പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ UDF ആധിപത്യം. ആ വമ്പൻ തിരിച്ചുവരവിൽ എല്ലാവരും പ്രതീക്ഷിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PJ തന്നെ ഉണ്ടാകുമെന്ന്. എന്നാൽ അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥിത്വത്തിൽ സസ്പെൻസ് നിലനിർത്തി മകന് വേണ്ടി വഴിമാറി. മക്കൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ PJ ജോസഫ് സാറിന് കാലങ്ങൾക്ക് മുമ്പേ മകൻ അബു ജോൺ ജോസഫിനെ തൊടുപുഴയിലോ കേരളത്തിൽ എവിടെയെങ്കിലോ കേരള കോൺഗ്രസിന്റെ ഒരു സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് MLA ആക്കി കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഇതുവരെ മക്കൾ രാഷ്ട്രീയത്തെ അനുകൂലിക്കാതിരുന്ന കേരള കോൺഗ്രസിലെ മാതൃകാ നേതാവാണ് PJ ജോസഫ് സാർ. തലമുറ മാറ്റത്തിനു വേണ്ടി PJ ജോസഫ് മകന് വഴിയൊരുക്കിയതിലൂടെ ഒരു കാര്യം കൂടി ഉറപ്പിക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം ഇനി അങ്ങോട്ടും തൊടുപുഴയായിരിക്കുമെന്ന് തന്നെ. 24 ഇടുക്കി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറയാതെ വിമർശിച്ച് പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. രാഹുലിന്റെ വിവാദം അനുകൂലമാകുമോ എന്ന ചോദ്യത്തിനാണ് പേരെടുത്തു പറയാതെയുള്ള മറുപടി. മണ്ഡലത്തിൽ BJP വിജയിക്കുമെന്നും തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ 24നോട് പറഞ്ഞു. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. എത്രത്തോളമുണ്ട് ആത്മവിശ്വാസം? 100% ആത്മവിശ്വാസത്തിലാണ്. ഈ പാലക്കാടിന് ഒരു ശാപമോക്ഷമുണ്ടാകണം. ഇവിടുത്തെ വ്യവസായികൾ, ഇവിടുത്തെ സാധാരണക്കാർ, ഇവിടുത്തെ കർഷകർ, ഇവിടുത്തെ പെൺകുട്ടികൾ, ഇവിടുത്തെ അമ്മമാർ, ആബാലവൃദ്ധം വരുന്ന ജനങ്ങൾക്കും വേണ്ടി അവരുടെ ഒരാളായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ കേരളത്തിനും വേണ്ടി ഞാൻ പാലക്കാട് നിന്നുകൊണ്ട് വോട്ട് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുമെന്ന് അങ്ങനെ അത്തരത്തിൽ തോന്നുന്നുണ്ട്. കാരണം UDFന്റെ മണ്ഡലം കൂടിയാണിത്. അതിന് നമ്മുടെ കേരള നിയമസഭയിൽ അതിന് പ്രത്യേകിച്ച് ഒരു വിശേഷവുമില്ല. കാരണം കേരളത്തിൻ്റെ നിയമസഭയിൽ ചർച്ചകൾ നടക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അനുഭവവും കരുത്തുമുള്ള ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിയമസഭയ്ക്കകത്ത് പോകുന്നത്. അപ്പം അതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ. ഒരു സ്ഥാനാർത്ഥിയുടെയും കഴിവിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള താല്പര്യം എനിക്കില്ല. 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ രംഗത്ത് വരട്ടെ. പക്ഷേ പാലക്കാട് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് നിങ്ങൾക്ക് വോട്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ആത്മാഭിമാനം
നഷ്ടപ്പെടുന്ന കഥകൾ കേൾക്കാനേ ഇഷ്ടമല്ല എന്നുള്ളതാണ്. അത് ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറ്റിയ ആ തെറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടല്ല. ഞങ്ങൾ ചോദിക്കുന്നത് നമുക്ക് പാലക്കാടിനെ മാറ്റണ്ടേ, നമുക്ക് കേരളത്തിലെ വികസനം ചർച്ച ചെയ്യണ്ടേ, നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് അത് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിയമസഭയ്ക്കകത്ത് കയറി ചെന്നുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ ആളുകൾ വേണ്ടേ എന്നുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഇടതുപക്ഷത്തിന് ബദൽ വലതുപക്ഷമല്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സിറ്റിംഗ് MLA കൂടി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്ന ഒരു സമയത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വലിയ ആത്മവിശ്വാസത്തിലാണ് BJP NDA ക്യാമ്പുള്ളത്. വൻ ജനപങ്കാളിത്തം കൊണ്ടുള്ള ഒരു റോഡ് ഷോ ആണ് പാലക്കാട് നഗരത്തിലൂടെ അരങ്ങേറി വരുന്നത്. ക്യാമറാമാൻ രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. നമ്മൾ പോകുന്ന റാന്നിയിലേക്കാണ്. റാന്നി നിയോജകമണ്ഡലം ഇത്തവണ നിലനിർത്തുമെന്ന് സിറ്റിംഗ് MLA പ്രമോദ് നാരായൺ. റാന്നിയിലെ ജനങ്ങൾ പൂർണ്ണമായും തനിക്കൊപ്പമുണ്ടെന്നും പ്രമോദ് നാരായൺ 24നോട് പറഞ്ഞു. മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത തരത്തിൽ വലിയ വികസനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രമോദ് നാരായണൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തകൃതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ വേഗം മുന്നിലെത്താൻ LDFന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ പ്രചരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. റാന്നിയിൽ പ്രമോദ് നാരായണന്റെ പ്രചരണവും വലിയ ശക്തിയുദ്ധം നടക്കുന്നുണ്ട്. ഒട്ടും പിന്നിലേക്ക് പോകാത്ത രീതിയിൽ വലിയ വാശിയോടുകൂടിയുള്ള പ്രചരണമാണ് നടക്കുന്നത്. രണ്ടാം തവണയാണ് ജനപ്രതിനിധിയായിട്ട് MLA ആയിട്ട് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ നിന്ന് ഇത്തവണത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ എന്താണ് മനസ്സിലൂടെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം? ഇക്കഴിഞ്ഞ 5 വർഷം റാന്നിയിലെ ജനങ്ങൾ എന്നെ ഹൃദയത്തോട് ചേർത്തു. നമ്മൾ പറയില്ലേ, ഇങ്ങനെ മാനസാറിൻ്റെ ഒരു പ്രയോഗമുണ്ട്, നമ്മളെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അതിന് രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. റാന്നിയുടെ കാവൽ, റാന്നിയിലെ എല്ലാ തലമുറകളുടെയും കാവൽക്കാരനാകുക. MLA അല്ല, MLA എന്ന രൂപത്തിലുള്ള ഉത്തരവാദിത്വം, നിയമസഭയിലെ പ്രവർത്തനം, വികസന പദ്ധതികൾ, അതെല്ലാം റാന്നി അക്കാര്യത്തിൽ A+ വാങ്ങിച്ച ഒരു മണ്ഡലമാണ്. ജനങ്ങൾക്കൊപ്പം ഒരു കൂടപ്പിറപ്പായി കുടുംബാംഗമായി നിൽക്കാൻ കഴിഞ്ഞു. അതിൻ്റെ സന്തോഷവും അഭിമാനവുമുണ്ട്. റാന്നി നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഉറച്ച പ്രതീക്ഷയാണ്. ആ ഉറച്ച പ്രതീക്ഷയ്ക്ക് 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, കേരളത്തിലെ LDF ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന ക്ഷേമ പദ്ധതികളിൽ അതിന് പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിച്ച മണ്ഡലമാണ് റാന്നി. 2, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ഭേദങ്ങളില്ലാതെ ഈ കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. 3, കേരളം ശ്രദ്ധിക്കുന്ന പുതുമയാർന്ന വികസനാശയങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായുള്ള റാന്നി നോളജ് വില്ലേജ്, സ്ത്രീകൾക്കായി ഇന്ത്യയിൽ ആദ്യമായി ഒരു മണ്ഡലത്തിൽ MLA നടപ്പിലാക്കുന്ന ഷീറൈസ് പോലെയുള്ള സ്ത്രീകളുടെ സംരംഭകത്വ തൊഴിൽ പരിശീലന പദ്ധതികൾ, ഇതെല്ലാം നടപ്പിലാക്കിയതിനെ റാന്നിയിലെ ജനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്ന് സ്വീകരിച്ചിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ നിറഞ്ഞു നിന്നൊരു മണ്ഡലമാണ് ഈ പറയുന്ന റാന്നി. അപ്പോൾ അതിനകത്ത് ശബരിമല അടക്കമുണ്ട്. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ UDF അല്ലെങ്കിൽ BJP ക്യാമ്പുകൾ പ്രചരണായുധമാക്കിയാൽ തിരിച്ചടിയാകുമെന്നൊരു ഭയമുണ്ടോ? കേരള നിയമസഭയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്, അയ്യപ്പൻ്റെ മുതൽ കട്ടവർ മോഷ്ടിച്ചവരാരായാലും ഞങ്ങളവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുകയല്ലേ, ആളുകളത് കാണുന്നുണ്ട്. തീർച്ചയായും സർക്കാർ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ്. അത് ഈ വിശ്വാസ സമൂഹവും കാണുന്നുണ്ട്. അതുകൊണ്ട് അത് പോസിറ്റീവായിട്ടായിരിക്കും വരുന്നത് എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ മറ്റൊരു നാട്ടുകാരനായി വന്ന ഇപ്പോൾ നാടിൻ്റെ പ്രിയങ്കനായി മാറിയ ഒരാളാണ്. റാന്നിക്കാരനാണ്, അതിനെ മറുനാട്ടുകാരനല്ല. അതേ നോക്കൂ, ചോദിച്ചു നോക്ക്, ശശികല ചേച്ചി പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇപ്പോൾ ഈ നാട്ടുകാരനല്ലേ? അങ്ങനെ നാട്ടുകാരനായി മാറി, ഈ നാട്ടുകാരെ സ്വന്തമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രമോദ് നാരായണന്റെ പ്രചരണം മുമ്പോട്ട് പോകുന്നത്. ഇത്തവണയും ഈ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടി പ്രമോദ് നാരായണൻ പങ്കുവെക്കുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. സീറ്റ് നിർണയത്തിൽ അതൃപ്തികൾ വീണ്ടും പുറത്തോട്ട് വരികയാണ്. സീറ്റ് ലഭിക്കാത്തതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ വീണ്ടും വിമർശനവുമായി മുൻ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി. തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ചോദ്യം. പ്രതിഫലം പറ്റാതെ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ വികാരം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണെന്നും ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു അദ്ദേഹം. ഗോകുൽ K വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന്. ഗോകുൽ, ഇന്നലെ ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അത് പെട്ടെന്ന് തന്നെ പിൻവലിക്കുന്നു. ഇപ്പോഴത്തെ വീണ്ടും ഒരു പ്രതിഷേധ പോസ്റ്റ്. ഒരു മണിക്കൂറായി പോസ്റ്റ് ഇട്ടിട്ട്. ഗോകുൽ, ഇന്നലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന ഉടനെ തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രമൊക്കെ വെച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇട്ടിരുന്നു.
സീറ്റില്ലാത്തതിൽ അതൃപ്തി പരസ്യമാക്കുന്നതായിരുന്നു പോസ്റ്റ്. പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ചവരെ തിരിച്ചറിഞ്ഞ നേതാവാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കുറിപ്പ്. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണ്, അദ്ദേഹം ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹം പോസ്റ്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പുലർച്ചെ വീണ്ടും അദ്ദേഹം മറ്റൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. PMA സമീറിനെ എന്തടിസ്ഥാനത്തിലാണ് തിരൂരങ്ങാടി സ്ഥാനാർത്ഥിത്വം നൽകിയത് എന്നുള്ളതാണ് ഇന്നത്തെ പോസ്റ്റിലെ ചോദ്യം. അദ്ദേഹം ചന്ദ്രികയുടെ ഫിനാൻസ് ഡയറക്ടറെ പ്രവർത്തിക്കുന്നയാളാണ് PMA സമീർ. ഈ പാണക്കാട് തങ്ങന്മാരെ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ PMA സമീറിന് ഒരു സ്ഥാനാർത്ഥിത്വം നൽകിയത് എന്നൊരു വിമർശനം കൂടി, ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങന്മാരെ കരുവാക്കിയതായിട്ടാണ് ഇന്നത്തെ പോസ്റ്റിലെ വിമർശനം. PMA സമീറിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു പഞ്ചായത്ത് കമ്മിറ്റിയോ അല്ലെങ്കിൽ മുനിസിപ്പൽ കമ്മിറ്റിയോ ഒന്നും പ്രാദേശികമായി അവരുടെ ആവശ്യപ്പെട്ടിരുന്നില്ല. അർഹതപ്പെട്ടവരെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടുള്ളത്. പാർട്ടിയെ സ്നേഹിക്കുന്നവർ അത് ചോദ്യം ചെയ്താൽ അച്ചടക്ക ലംഘനമായി കാണരുത് എന്ന് ഈ അബ്ദുറഹ്മാൻ അണ്ടത്താനിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. നേരത്തെ തന്നെ വനിതാ ലീഗിന് വനിതാ ലീഗിന്റെ ഭാരവാഹികൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയില്ല എന്നതിന്റെ പേരിൽ നൂർബിന റഷീദ് അടക്കമുള്ള വനിതാ ലീഗിന്റെ നേതാക്കൾ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം ലിസ്റ്റ് എന്ന് പറയുന്നത് മികച്ചതാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ലീഗിനുള്ളിൽ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിലെ ശ്രദ്ധേയമായ കാര്യം. നേരത്തെ താനൂർ മണ്ഡലത്തിലൊക്കെ അബ്ദുറഹ്മാൻ രണ്ടത്താണി മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തായിരുന്നു. കഴിഞ്ഞ തവണ പുനലൂരിൽ അബ്ദുറഹ്മാൻ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഇത്തവണ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചതാണ്, അത് ലഭിക്കാത്തതിലുള്ള അമർഷമാണ് ഇത്തരം ഫേസ്ബുക്ക് കുറിപ്പിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്. ദിൽന, ഗൂഗിൾ. ശരി, ലീഗില് ഇത്തരം പ്രതിഷേധങ്ങൾ വന്നാൽ പോലും അതൊരു പ്രത്യക്ഷമായ പ്രതികരണത്തിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഒതുങ്ങാനാണ് സാധ്യത. അവരുടെ ഒരു കേഡർ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെ. എങ്കിലും പൊതുവെ ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇത്തവണ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് ലീഗിനുള്ളിൽ തന്നെ. മറ്റൊരു വാർത്തയിലേക്ക്. തനിക്കെതിരായ ലൈംഗിക പീഡന പരാതി കോവളം മണ്ഡലത്തിൽ സ്വാധീനിക്കണമെങ്കിൽ 2021 സ്വാധീനം ചെലുത്തണമായിരുന്നുവെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി M. വിൻസെന്റ് MLA. തനിക്ക് സീറ്റ് ഉണ്ടാകില്ലെന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. അതിൽ അവർ ഒരു ഖേദപ്രകടനവും നടത്തിയില്ല. പ്രതിസന്ധി കാലത്ത് മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ ചേർത്തു പിടിച്ചിട്ടുണ്ടെന്നും M. വിൻസെന്റ് 24-നോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസ് അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. തലസ്ഥാന ജില്ലയിലെ 3 മണ്ഡലങ്ങളാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ കോവളത്തെ സ്ഥാനാർത്ഥി M. വിൻസെന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ 3ാമത്തെ തവണയാണ് കോവളത്ത് കോൺഗ്രസിനെ പ്രതികരിച്ചിറങ്ങാൻ പോകുന്നത്. മണ്ഡലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? വലിയ പ്രതിസന്ധി നിറഞ്ഞ കാലത്ത് പോലും അവർ ഹൃദയത്തോടെ എന്നെ ചേർത്ത് വെച്ചു. അവരുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിയില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വിഷയങ്ങൾ ഉയർന്നു വന്ന സമയത്ത് CPM ഏറ്റവും കൂടുതൽ അതിനൊപ്പം ഉയർത്തിക്കാട്ടിയ പേരുകളിലൊന്ന് അങ്ങയുടെ പേരായിരുന്നു. അത്തരം ആരോപണങ്ങളൊക്കെ ഒരുപക്ഷെ മണ്ഡലത്തിൽ സ്വാധീനിക്കാനുള്ള സാധ്യത ഉള്ളതായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ? അത് സ്വാധീനിക്കണമായിരുന്നെങ്കിൽ അത് 21 തെരഞ്ഞെടുപ്പിലാണ് സ്വാധീനിക്കേണ്ടിയിരുന്നത്. സ്വാഭാവികമാണ്, ഇത്തരം കേസുകൾ വരുമ്പോൾ നമ്മുടെ പേരും കൂടെ പരാമർശിച്ച് വരുന്നത് സ്വാഭാവികമാണ്. അതാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അത് വരും. മാധ്യമങ്ങളത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്ന് തന്നെ ചില മാധ്യമങ്ങൾ ഉയർത്തിയില്ലേ, അവിടെ അവരുടെ റിപ്പോർട്ടുകൾക്ക് നമ്മൾ പ്രതികരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇതിപ്പോൾ CEC മീറ്റിംഗ് കൂടിക്കൊണ്ട് എത്ര മണിക്കൂറുകളാണ് മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്നതെന്നറിയാം. ആരും ഒരു കാര്യം പറഞ്ഞില്ല. അപ്പോൾ ആധികാരികമായ ചില ചാനലുകൾ പറയുകയാണ് സീറ്റില്ല എന്ന് പറയുകയാണ്. പ്രഖ്യാപിച്ചപ്പോൾ അതൊരു ഖേദപ്രകടനം പോലും നടത്തിയില്ല എന്ന് മാത്രമല്ല, പ്രഖ്യാപിച്ചപ്പോൾ എന്താ ചെയ്തെന്നറിയാം? വിൻസെന്റിന് ആശ്വാസം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ട് നില പരിശോധിച്ച് നോക്കിയാൽ കോവളം മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വോട്ട് നില പരിശോധിച്ച് നോക്കി മണ്ഡലാടിസ്ഥാനത്തിൽ അതൊരു ആശങ്ക ഉണ്ടാക്കുന്നൊരു കണക്കായിരുന്നു. അത് 7 പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് പോലും ഞങ്ങൾ അധികാരത്തിൽ വന്നില്ല. 2020 തെരഞ്ഞെടുപ്പിൽ 7 പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിലും ഞങ്ങളില്ല. ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ നില. അന്നാണ് ഞങ്ങൾ 11,000 വോട്ടിന് ജയിച്ചത് കേട്ടോ. എന്തായാലും ഈ പറഞ്ഞതുപോലെ ആരോപണങ്ങൾ എന്തുണ്ടായിക്കോട്ടെ, പ്രചാരണങ്ങൾ എന്ത് നടന്നോട്ടെ, കോവളം മണ്ഡലം ഇപ്പോഴും വിൻസെന്റിൻ്റെയും കോൺഗ്രസിൻ്റെയും കൈകളിൽ സേഫാണെന്നാണ് വിൻസെന്റ് പറയുന്നത്. ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അജ്മൽ ദിറാർ, 24, തിരുവനന്തപുരം. കിഴക്കമ്പലം പോലെ 2020യുടെ വികസനം എല്ലായിടത്തും വരണമെന്ന് ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥി വീണ നായർ 24-നോട്. നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് തന്റെ പ്രവർത്തനമെന്നും വീണ നായർ പറഞ്ഞു. ഏറ്റുമാനൂരിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ് നടി വീണ നായർ. ഇപ്പോൾ 24-നൊപ്പം ചേരുന്നു. നമ്മൾ സർപ്രൈസ് ആയിട്ടല്ലേ വീണ്ടും മത്സരരംഗത്തേക്ക്? അതെ, എനിക്കും ഇപ്പൊ കാണുന്നവർക്കൊക്കെ ചെറിയ സർപ്രൈസ് ആയിരിക്കും. ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം കുറച്ച് മുന്നേ വന്നു മാത്രം. കുറെ കാലമായിട്ട് എനിക്ക് കാലമായി തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു. എന്തായാലും എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പോഴൊന്നുമില്ലായിരുന്നു. കുറെ കൂടെ പ്രായം ആവട്ടെ, കുറച്ചും കൂടെ പ്രായം കഴിഞ്ഞ് മതി, വേറെ ഒന്നല്ല, കുറെ കൂടെ സിനിമകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് മതി എന്ന് തന്നെയായിരുന്നു തീരുമാനം.
ശരിക്കും പറഞ്ഞാൽ 4 ദിവസം മുന്നെയാണ് ഞാൻ ഓക്കെ എന്ന് പറയുന്നത്. അതുവരെ ഞാൻ ഒരുപാട് ആലോചിച്ച് അതിന് ശേഷമാണ് ഒരു തീരുമാനത്തിലെത്തിയത്. ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിൽ മത്സരിക്കാൻ എന്തെങ്കിലും ഒരു കോള് വന്നിരുന്നോ? 2020 ഇല്ലല്ലോ. ഞാൻ എവിടെ എന്റെ രാഷ്ട്രീയം ഞാൻ വ്യക്തമാക്കിയിട്ടില്ല. എന്റെ കോളേജ് ടൈമിൽ ഞാൻ SFIയിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിനുശേഷം പിന്നെ അഭിനയത്തിൽ വന്നതിന് ശേഷം ഒരു പാർട്ടിയിലും എവിടെയും ഞാൻ ഒന്നിനും സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇടാറില്ല. പിന്നെ സുഹൃത്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വല്ല പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. എല്ലാ പാർട്ടിയിലും ഒരുപാട് ഒട്ടും തൊടാതെ പോകുമായിരുന്നു. അതെ, ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന സമയത്തും ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും എന്റെ പാർട്ടി ചോദിക്കുമ്പോഴും ഞാൻ പറയാറുണ്ട് എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, പക്ഷെ അത് പറയേണ്ട സമയമായിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് അറിയേണ്ട സമയമായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. 2020 അതെ, 2020 എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്കറിയാം. ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കണ്ടതാണ്. ഓൾറെഡി കിഴക്കമ്പലത്ത് ഇത്രയും വികസനം വന്നു, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയവർ. അതാണ് മനുഷ്യർക്ക് വേണ്ടത്. അപ്പൊ ഇതുപോലെ കേരളത്തിലെ ഓരോ പഞ്ചായത്തിലേക്കും കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലുള്ള ഓരോ പഞ്ചായത്തിലും ഇന്ത്യ വരുന്ന പഞ്ചായത്തിൽ അത് വരണം എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അത് എൻ്റെ നാട്ടിൽ എടുത്തു പറയാലോ, ഏറ്റുമാനൂർ മണ്ഡലത്തിൽ അയ്മനം ഗ്രാമപഞ്ചായത്തിൽ ഒളശ്ശയിൽ ജനിച്ച് പരിപ്പിൽ വളർന്ന ഒരാളാണ് ഞാൻ. നാട്ടുമ്പുറത്ത് വളർന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ അങ്ങനെ വന്നാൽ എൻ്റെ നാട് ഭയങ്കര മനോഹരമാകും. ഇനിയിപ്പോ പ്രചാരണം, രാഷ്ട്രീയം, അതിന്റെ തിരക്കിലേക്കൊക്കെ പോവായിരിക്കും. ആ ഒരു കൗതുകം ഇപ്പോഴും പോയിട്ടില്ലല്ലേ? പെട്ടെന്ന് കേട്ടതിന്റെ കൗതുകത്തിന്റെ അല്ല ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ എന്നെ ഇപ്പം അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോണന്റ് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പുതിയ ഒരാൾ രാഷ്ട്രീയത്തിൽ മുൻ പരിചയമില്ലാത്ത വീണ ഇവൾ അഭിനയിച്ചിട്ട് വന്നിട്ട് ഇവളെ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ ഒരു കാര്യമുള്ളൂ. 2020 എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി, വിജയിപ്പിച്ച പദ്ധതിയുമായിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അത് കേരളത്തിന്റെ ഓരോ പഞ്ചായത്തിലും, എൻ്റെ ഏറ്റുമാനൂർ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ ഒരുപാട് ചെറിയ ചെറിയ പഞ്ചായത്തുകളും കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളും ഉള്ള സ്ഥലമാണ്. അതാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പൊ അവരുടെ ഒപ്പം അവരുടെ മാറ്റത്തിന് ഞാനും കൂടെ നിൽക്കുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. എല്ലാ സപ്പോർട്ടും വേണം. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് കിരീടം മൊറോക്കോയ്ക്ക്. ഫൈനൽ മത്സരം ജയിച്ചിട്ടും സെനഗൽ അയോഗ്യരാക്കപ്പെട്ടു. മത്സരത്തിനിടെ പ്രതിഷേധിച്ച് കളം വിട്ടതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു തീരുമാനം. സെനഗലിന് എതിരായ അച്ചടക്ക നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അസർ ബിൻ അസീസ് സ്പോർട്സ് ഡെസ്കിൽ വിവരങ്ങളുമായി ചേരുകയാണ്. സർ, ഒരു ഫൈനൽ ജയിച്ചിട്ടും കപ്പെടുക്കാൻ സെനഗലിന് പറ്റുന്നില്ല. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ദിൽന ഗോകുൽ, ജനുവരി 19 ആഫ്രിക്കൻ നേഷൻസ് കപ്പിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത്. മൊറോക്കോയ്ക്കെതിരായ മത്സരത്തിൽ എക്സ്ട്രാ ടൈമിൽ നേടിയ ഒരു ഗോളിനായിരുന്നു അന്ന് സെനഗൽ കിരീടം നേടിയത്. ആ മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിലാണ് വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവങ്ങൾ ഉണ്ടാകുന്നത്. മൊറോക്കോയ്ക്ക് അനുകൂലമായി റഫറി ഒരു പെനാൽറ്റി വിധിക്കുന്നു. ഇതോടെ സെനഗലിന്റെ പരിശീലകൻ സെനഗൽ താരങ്ങളോട് മൈതാനം വിട്ട് കളി ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. ഇതോടെ താരങ്ങളെല്ലാം കളി ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സാദിയോ മാനെ മാത്രമാണ് ആ സമയത്ത് മൈതാനത്ത് നിലയുറച്ചു നിന്നത്. ബാക്കി സെനഗൽ താരങ്ങളെല്ലാം മൈതാനം വിട്ടുപോകുന്നു. പിന്നീട് 17 മിനിറ്റോളം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വീണ്ടും താരങ്ങൾ തിരിച്ചെത്തുകയും മത്സരം പുനരാരംഭിക്കുകയുമാണ് ഉണ്ടായത്. നേരത്തെ മത്സരത്തിന്റെ അധിക സമയത്ത് സെനഗൽ നേടിയ ഒരു ഗോള് മൊറോക്കൻ താരത്തെ ഫൗൾ ചെയ്യപ്പെട്ടു എന്നതിന്റെ പേരിൽ ആ ഗോൾ നിഷേധിക്കുന്നു. ഇതിന് പിന്നാലെയാണ് മൊറോക്കോയ്ക്ക് അനുകൂലമായ ഒരു പെനാൽറ്റി റഫറി വിധിക്കുന്നത്. ഇത് വിവാദത്തിലേക്ക് വഴിവെക്കുകയും ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അന്ന് മത്സരം പൂർത്തിയാക്കുകയും ഏകപക്ഷീയമായ ഒരു ഗോളിന് സെനഗൽ കിരീടം നേടുകയും ചെയ്തിരുന്നു. ഇതിൽ മൊറോക്കോ നേരത്തെ തന്നെ പരാതിയുമായി ആഫ്രിക്കൻ ഫുട്ബോൾ ഫെഡറേഷന് പരാതി നൽകിയിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അന്ന് തന്നെ സെനഗൽ താരങ്ങൾക്ക് നേരെ അച്ചടക്ക നടപടിയും പിഴത്തുക ഉൾപ്പെടെ ചുമത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ചാമ്പ്യൻഷിപ്പ് തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അതിൽ ഉള്ള ഒരു വിധി ഇപ്പോൾ വരികയുമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ മൊറോക്കോയെ ചാമ്പ്യന്മാരായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ലോകകപ്പിന് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായി മൊറോക്കോ മൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സെനഗലിനെതിരെയുള്ള തുടർ നടപടികൾ എന്താണെന്ന് ഫെഡറേഷൻ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ സെനഗലിനെതിരായ തുടർ നടപടികൾ എന്താണെന്ന് ആഫ്രിക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ വ്യക്തമാക്കും. ദിൽന ഗോകുൽ. അസർ ബിൻ അസീസ് ആണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് FC ബാഴ്സലോണ ഇന്നിറങ്ങും. പ്രീ ക്വാർട്ടർ ആദ്യ പാദത്തിൽ ഗലാത്തസറായിയോട് തോറ്റ ലിവർപൂളിനും ഇന്നത്തെ മത്സരം നിർണായകമാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ ആദ്യ പാദത്തിൽ ന്യൂകാസലിനോട് കഷ്ടിച്ച് തോൽവി ഒഴിവാക്കുകയായിരുന്നു FC ബാഴ്സലോണ. സെന്റ് ജെയിംസ് പാർക്കിൽ നിന്ന് ഒരു ഗോളിന്റെ കടവുമായി കളം വിടാതെ കറ്റാലൻസിനെ കാത്തത് 96 മിനിറ്റിലെ ലമീൻ യമാലിന്റെ പെനാൽറ്റി ഗോൾ. ക്ലബിന്റെ കളി നന്നായില്ലെന്നും ക്വാർട്ടറിൽ കടക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ കളിക്കാർ തന്നെ വിചാരിക്കണമെന്നുമായിരുന്നു കോച്ച് ഹാൻസി ഫ്ലിക്കിന്റെ മത്സരശേഷമുള്ള പ്രതികരണം. ലാലീഗയിൽ സിവിയയ്ക്കെതിരെ ഗോൾ വർഷവുമായി ആത്മവിശ്വാസം വീണ്ടെടുത്ത ബാഴ്സ ക്യാമ്പ് നൗവിൽ രണ്ടാം പാദ പോരിൽ രണ്ടും കൽപ്പിച്ചാണ് പോരിനിറങ്ങുന്നത്. ലമീൻ യമാലിന്റെയും റഫീനിയുടെയും ഗോളടി മികവിലാണ്
ബാഴ്സയുടെ പ്രതീക്ഷകൾ. തുർക്കി ക്ലബ് ഗലാത്താസറയോട് 1 ഗോളിന് തോറ്റ ലിവർപൂളിന് ഇന്ന് ജീവൻ മരണ പോരാട്ടം. ആൻഫീൽഡിൽ 2 ഗോൾ ജയമുണ്ടെങ്കിലേ ചെമ്പടയ്ക്ക് അവസാന 8-ലെത്താനാവൂ. അറ്റ്ലാന്റയെ 6-1 തകർത്ത ബയേൺ മ്യൂണിക്കിന് 4 ഗോളിൽ കൂടുതലുള്ള തോൽവി ഒഴിവാക്കിയാൽ മതി ക്വാർട്ടർ ഉറപ്പിക്കാൻ. ടോട്ടനത്തോട് 5-2 ജയിച്ച അത്ലറ്റിക്കോ മാഡ്രിഡും 2 ഗോളിൽ കൂടുതലുള്ള തോൽവി ഒഴിവാക്കിയാൽ അവസാന 8-ലുണ്ടാകും. സ്പോർട്സ് ഡെസ്ക് 24. ഡൈക്കിൻ ഇന്ത്യയുടെ പുതിയ മോഡൽ സ്പ്ലിറ്റ് AC-കളുടെ ലോഞ്ച് മഞ്ചേരി ഡീലറായ കീബീസ് ടെക്നോളജീസിൽ നടന്നു. പരിസ്ഥിതി സൗഹാർദ്ദത്തിനും ആനുകൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഗ്രീൻ എക്സ്ചേഞ്ച് പദ്ധതിയും ഡൈക്കിൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഡൈക്കിൻ ഇന്ത്യയുടെ 2026 മോഡൽ സ്പ്ലിറ്റ് AC-കളുടെ ലോഞ്ചാണ് നടന്നത്. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി നിശ്ചയിച്ച നിലവാരത്തേക്കാൾ ഉയർന്ന പ്രകടനം ഉറപ്പാക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്ട്രീമർ ഡിസ്ചാർജ്, സ്പ്രിംഗ് കംപ്രസർ, സ്മാർട്ട് IoT കണക്ടിവിറ്റി പോലുള്ള നൂതന സാങ്കേതിക വിദ്യകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കീബീസ് ടെക്നോളജീസ് റീജിയണൽ വൈസ് പ്രസിഡന്റ് NK റാവു AC-കൾ ലോഞ്ച് ചെയ്തു. We are the #1 HVAC brand in India also, and certainly we are #1 brand in the Kerala market. Daikin as a brand has a history of almost over 100 years pioneering into air conditioning, and we have spent almost 25 years in Indian market. പുതിയ ഗ്രീൻ എക്സ്ചേഞ്ച് പദ്ധതികളും ഡൈക്കിൻ അവതരിപ്പിച്ചു. We are launching Green Exchange program. Green Exchange പ്രോഗ്രാമിലൂടെ കസ്റ്റമേഴ്സ് അവരുടെ കയ്യിലുള്ള എയർ കണ്ടീഷൻസ്, ഓൾഡ് എയർ കണ്ടീഷൻ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡൈക്കിൻ്റെ ഹൈ എനർജി എഫിഷ്യൻസി മോഡലായിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. ഈ എക്സ്ചേഞ്ച് ബെനിഫിറ്റിലൂടെ അവർക്ക് 14,000 രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് കിട്ടും. പ്രദീപ് കുമാർ, മുബഷീർ മുത്തേടത്ത്, ജാഫർ, പ്രശാന്ത്, ഷാജു തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 മലപ്പുറം. ഇപ്പോൾ വരുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് വാർത്തയാണ്. മത്സരിക്കാനില്ലെന്ന് ആവർത്തിക്കുകയാണ് MV ശ്രേയാംസ് കുമാർ. ശ്രേയാംസ് ഇറങ്ങണമെന്ന ആവശ്യത്തിൽ പാർട്ടി നേതൃത്വം, അത് ഇന്നലെയും ഈ നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ RJD സ്ഥാനാർത്ഥി പ്രഖ്യാപനം അങ്ങനെ പ്രതിസന്ധിയിൽ തുടരുകയാണ്. 3 സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോവുകയാണ് RJD. ശ്രേയാംസിലെങ്കിൽ PK അനിൽകുമാർ കൽപ്പറ്റയിൽ സ്ഥാനാർത്ഥിയായേക്കും എന്ന ഒരു സൂചനയുണ്ട്. മാത്രമല്ല LDF-നും അതിൽ നീരസമുണ്ട് RJD ഇങ്ങനെ പ്രഖ്യാപനം വൈകിപ്പിക്കുന്നതിൽ. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് പിന്നാലെ കണ്ണൂർ കോൺഗ്രസിൽ പ്രതിഷേധം പുകയുന്നു. K സുധാകരന് സീറ്റില്ലെന്ന സൂചനകൾ വന്നതിന് പിന്നാലെ കണ്ണൂരിലും പേരാവൂരിലും ഫ്ലക്സുകൾ ഉയർന്നിരുന്നു. പേരാവൂരിൽ സണ്ണി ജോസഫിനു വേണ്ടി പ്രവർത്തിക്കില്ലെന്ന് അറിയിച്ച് ചില ബൂത്ത് പ്രസിഡന്റുമാരും രംഗത്തെത്തിയിരുന്നു. തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിമതരെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെയും പ്രതിഷേധമുയരുകയാണ്. നീക്കത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ പരസ്യമായി രംഗത്തെത്തി. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ K സുധാകരൻ ഇന്നത്തെ പ്രതികരണം അത്രയേറെ രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിക്കുന്നത്. അത് സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കളുടെ കൂടി നെഞ്ചെടുപ്പേറ്റുന്നുണ്ട്. ഇന്നെന്താകും അദ്ദേഹം പറയുക എന്നത്. നമ്മൾ IPL-ലേക്ക് പോവുകയാണ്. IPL-ന് 10 നാൾ മാത്രമാണുള്ളത്. 6ാം കിരീടം ലക്ഷ്യമിട്ടെത്തുന്ന മുംബൈ ഇന്ത്യൻസ് ടീമിനെ വിശദമായി പരിചയപ്പെടാം. അനിൽ വാസ്തവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. ഇത്തവണത്തെ 2020 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ നായകൻ, റണ്ണറപ്പുകളായ ന്യൂസിലാൻഡിന്റെ നായകൻ, ലോകകപ്പ് ഫൈനലിലെ താരം, ടൂർണമെന്റിൽ 4 പ്ലെയർ ഓഫ് ദ മാച്ചുകൾ നേടിയ താരം, ലോക ക്രിക്കറ്റിലെ പകരക്കാരനില്ലാത്ത ഓൾറൗണ്ടർ, ഇതിനൊക്കെ പുറമെ 2024 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ നായകൻ. ഇവരൊക്കെ ചേരുന്ന ഒരു ടീം, അത് എന്തൊരു ടീമായിരിക്കും? മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. IPL ചരിത്രത്തിലെ തന്നെ ഗോട്ട് ടീമുകളിലൊന്നായ മുംബൈ ഇന്ത്യൻസ്. ടീം ഇന്ത്യയുടെ നട്ടലായ താരങ്ങളും ഒപ്പം കിടിലൻ വിദേശ താരങ്ങളുമാണ് മുംബൈ ഇന്ത്യൻസിന്റെ കരുത്ത്. ഓപ്പണിംഗിൽ മുംബൈ ഇന്ത്യൻസിനെ ഇന്നു കാണുന്ന മുംബൈ ഇന്ത്യൻസ് ആക്കി മാറ്റിയ 5 കിരീടങ്ങൾ നേടിത്തന്ന രോഹിത് ശർമ്മ. ഫിറ്റ്നസിലും ശൈലിയിലും മാറ്റം വരുത്തിയ ഹിറ്റ്മാൻ 2.0യുടെ വെടിക്കെട്ട് പ്രകടനം IPL-ലും പ്രതീക്ഷിക്കാം. കൂട്ടിന് ദക്ഷിണാഫ്രിക്കക്കാരനായ ഇടംകയ്യനായ ഒരു വിക്കറ്റ് കീപ്പറായിരിക്കും. അത് ക്വിന്റൻ ഡി കോക്കോ അതോ റിയാൻ റിക്കൾട്ടണോ എന്നതിൽ തലപുകയ്ക്കുന്നുണ്ടാവും മുംബൈ മാനേജ്മെന്റ്. പിന്നാലെ എത്തും സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ. ഫിനിഷിങ്ങിന് ട്രേഡിലൂടെ ടീമിലെത്തിച്ച ഷെർഫൈൻ റുദർഫോർഡും നമാൻ തീറും. ഇവരെല്ലാം ഇനിയാൽ സ്കോർ ബോർഡിനെ കുറിച്ച് ആശങ്ക വേണ്ട. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ എന്ന മിന്നും ഓൾറൗണ്ടർക്കൊപ്പം ലോകകപ്പിൽ 4 കളിയിലെ താരമായ വിൽ ജാക്സ് കൂടിയാകുമ്പോൾ
ഓൾറൗണ്ടർമാരിൽ ലക്ഷറിയാണ് മുംബൈ നിരയിൽ. ബൗളിംഗിലേക്ക് വന്നാൽ ആരും കൊതിക്കുന്ന ഒരു വജ്രായുധമുണ്ട് മുംബൈ നിരയിൽ. ഇതിഹാസം എന്ന തീർത്തു വിളിക്കാവുന്ന ജസ്പ്രീത് ബുംറ. കൂട്ടിനുള്ളതാകട്ടെ ട്രെന്റ് ബോൾട്ടാണ്. പവർ പ്ലേയിലും ഡെത്ത് ഓവറിലും ഒരുപോലെ വിയർക്കും എതിരാളികൾ. ട്രേഡിലൂടെ ടീമിലെത്തിച്ച ഷാർദുൽ താക്കൂറും ദീപക് ചഹാറും ദക്ഷിണാഫ്രിക്കയുടെ കോർബിൻ ബോഷും കൂടി ചേരുമ്പോൾ മുംബൈ പേസ് നിര തീ പാറിക്കും. ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാന്നറും മയങ്ക് മാർക്കണ്ടയും ചേരുന്ന സ്പിന്നറയും കിഡിലൻ തന്നെ. രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച ആരാധകരിലുണ്ടാക്കിയ മുറിവുകളൊക്കെ ഏറെക്കുറെ ഉണങ്ങിക്കഴിഞ്ഞു. ഇനി മുംബൈക്ക് ആ മൈറ്റി മുംബൈ ആകേണ്ട സമയമാണ്. അങ്ങനെ ന്യൂസ് ബ്രേക്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്.